ഇതുപോലൊരു ചെറിയ കണ്ടെയ്നറിലോ ഒരു കുഞ്ഞു ബക്കറ്റിലോ നമ്മൾ പൊട്ടിച്ച് വലിച്ചെറിയുന്ന മുട്ടത്തോടുകൾ സൂക്ഷിച്ചു വെക്കാം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലേ? 2 മിനിറ്റ് 10 സെക്കൻഡ് മാത്രമുള്ള ഈ വീഡിയോ മിസ് ചെയ്യാതെ തീർച്ചയായും കാണും, വീട്ടമ്മമാര് പ്രത്യേകിച്ച്. പൊട്ടിച്ചൊഴിച്ച മുട്ടത്തോടിന്റെ അകത്ത് പറ്റിയിരിക്കുന്ന ഒരു ജെല്ലിയുണ്ട്. ഇത് പല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബക്കറ്റിൽ മുട്ടത്തോട് നിറയാൻ കാത്തിരിക്കണ്ട, ഇതുപോലെ എടുക്കുക. എന്നിട്ട് പഴയ ഏതെങ്കിലും കട്ടി കൂടിയ പ്ലാസ്റ്റിക് കവർ കിട്ടിയാൽ അതിനകത്ത് മുട്ടത്തോട് വാരി തലങ്ങും വിലങ്ങും നന്നായി അമർത്തുക. മുട്ടത്തോട് ഇതിനുള്ളിൽ വെച്ച് തവിടുപൊടിയാക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അറിയൂ. പറഞ്ഞുതരാം, വിശദമായി പറഞ്ഞുതരാം. പൊട്ടിയ മുട്ടത്തോടിന്റെ ഷാർപ്പ് എഡ്ജസ് കൊണ്ട് കൈവേദനയ്ക്കോ റാഷസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുറിപ്പാടുകളൊന്നും ഉണ്ടാകും. തോടിനുള്ളിലെ ജെല്ലി കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. വളരെ വേഗത്തിലും ഈസിയായും തോട് തവിടുപൊടിയാക്കാം. കുറേയേറെ തോടുകൾ ഒരുമിച്ച് പൊടിക്കാൻ സാധിക്കും. തോട് പൊടിക്കുമ്പോൾ അലക്ഷ്യമായി ചിതറിപ്പോവാതെ സഹായിക്കും. ഇതിനൊക്കെ ഉപരിയായി നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് വീട്ടിലെ ചെടികൾക്ക് ആവശ്യമായ കാൽഷ്യം കാർബണേറ്റ്, അതായത് കുമ്മായം, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതല്ല മുട്ടത്തോട്, മറ്റു പല മൂലകങ്ങളുടെയും സംയുക്തമാണ്. എന്നിരുന്നാലും 94% കാൽഷ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടാവശ്യത്തിനുള്ള കുമ്മായം ഇതുപോലെ വീട്ടിൽ തന്നെ ഈസിയായി ചെയ്തു. ഇനിയും കുറച്ചുകൂടി നന്നായി പൊടിയാക്കാൻ സാധിക്കും. എന്നാലും തൽക്കാലം നമുക്കിത് മതി. ഇതുപോലൊരു പാത്രത്തിലേക്ക് പകർത്തിയാൽ എല്ലാ ചെടികളുടെയും ചുവട്ടിൽ കൊണ്ടു നടന്ന് വിതറിയിടാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സോ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയറും ലൈക്കും മറക്കാതെ ചെയ്യണേ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഓഫ്.